എന്നും കിട്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷങ്ങളിൽ ഒന്നാണ് സ്കൂളിലെ യുവജനോത്സവം. പണ്ട് കാലങ്ങളിലൂടെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് യുവജനോത്സവം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികളുടെ കഴിവുകൾ, നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അങ്ങേയപ്പുറം കഴിവുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാവരും ഞാൻ സംസാരിക്കണമെന്ന് പറയില്ല, നമ്മൾ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാറുണ്ട്. പക്ഷെ സ്നേഹം ഉണ്ടെങ്കിൽ, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങ് വളരെ ഭംഗിയായിട്ട് നടന്നു. ഈ യോഗത്തിൽ അധ്യക്ഷസ്ഥാനം വഹിച്ച നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ മാനേജറാണ്. സാറിനെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ വന്നപ്പോൾ എന്നേക്കാൾ മുമ്പേ സ്കൂളിലെത്തി. സാർ നമ്മുടെ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ പരിപാടികളിലും നിറസാന്നിധ്യമായ, നമുക്ക് സ്നേഹവും സപ്പോർട്ടും തരുന്ന ഈ പരിപാടിയിൽ വന്ന് ഇത്രയും നേരം പങ്കെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ മാനേജർ അനിൽ സാറിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, നമ്മുടെ സ്കൂളിന്റെ പേരിൽ വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. കയ്യടി പോരാ, നല്ല കയ്യടി. താങ്ക് യു. ഞാൻ ഒരുപാട് പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ ഉദ്ഘാടകനായിട്ട് എത്തിയ നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും മിമിക്രി ആർട്ടിസ്റ്റും കലാകാരനും ഒക്കെ ആയ ആക്ടറും ഒക്കെ ആയിട്ടുള്ള ഷിമിൽ ചിറ്റു സാറാണ്. സാറിന് വിളിക്കരുത് ഓർഡർ, പക്ഷേ സാറിനെ ഞാൻ വിളിക്കും. എന്ന് വെച്ചാൽ കഴിവുള്ളവരെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. സാർ എന്നോട് ആദ്യം തന്നെ പറഞ്ഞത്, കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് വളരെ സിമ്പിളായിട്ട് ചിരിച്ച മുഖത്തോടു കൂടി ഇടപെടുന്ന നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത് പോലെ കുട്ടികളായിട്ട് ഭയങ്കര ഇന്ററാക്ട് ചെയ്തു. സാറിന്റെ കുറെ അനുഭവങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ട് ഒരു പൂർണ്ണത ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സാറിന്റെ ചിരി കാണുമ്പോൾ തന്നെ അറിയാം സാർ ഇനിയും നമ്മുടെ സ്കൂളിലേക്ക് എല്ലാ പരിപാടികളും എത്തണം. എനിക്ക് തോന്നുന്നു നിങ്ങളും ആസ്വദിച്ചില്ലേ? ആസ്വദിച്ചോ? അതാ വലിയ കൈ കൊടുത്തേ. എൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന, സാറ് ഉയരങ്ങളിൽ എത്തട്ടെ എന്നും ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രാർത്ഥന. സാർ ഒരുപാട് ജീവിതത്തിൽ ഉന്നതിയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സാറിന് സ്കൂളിന്റെ പേരിൽ, ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ നന്ദി രേഖപ്പെടുത്തുന്നു. പോരാ, എനിക്കൊരു സുഖമിട്ടുള്ള കയ്യടിക്കുന്നു നന്നായിട്ട്. ഓക്കെ, നമ്മുടെ സ്കൂൾ ലീഡർ അറിയാം. സ്കൂൾ ലീഡറായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ആദിത്യ വളരെ മിടുക്കനാണ്. ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയാണ്. എപ്പോഴും നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടൊക്കെ എഴുതാൻ പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഞാൻ എഴുതി. വളരെ നിഷ്കളങ്കനായിട്ടുള്ള, എന്നാൽ ആത്മാർത്ഥതയുള്ള നമ്മുടെ സ്കൂൾ ലീഡറിന്റെ പേര് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര ആവേശമാണ് അല്ലെ? നമ്മുടെ ആവേശ സിനിമ പോലെ നമുക്കൊരു ആവേശമാണ്. നമുക്ക് എല്ലാവർക്കും റോൾ മോഡൽ കൂടി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ ആശംസകൾ നേരുന്ന സ്കൂൾ ലീഡറിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരും സ്കൂളിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം നമ്മുടെ സീനിയർ അധ്യാപിക സ്വാഗതം ആശംസിച്ച നിഷ ടീച്ചർ. നമുക്കറിയാം നമ്മുടെ എല്ലാ പരിപാടികളിലും നിറസാന്നിധ്യം തന്നെയാണ് ടീച്ചർ. ടീച്ചറിനും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കയ്യടി വേണം, എല്ലാവരും കയ്യടി വേണം. പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് അധ്യാപകരുണ്ട്. എനിക്കറിയാം ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള രേഷ്മ ടീച്ചർ, ജയലക്ഷ്മി ടീച്ചർ, രേഖ ടീച്ചർ, മിൻസി ടീച്ചർ ഇവിടെ നിരന്തരം നമുക്ക് ഫോട്ടോ എടുക്കുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എല്ലാ അധ്യാപകരും, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ അധ്യാപകർക്കും ഈ യോഗത്തിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കയ്യടി കൊടുക്കുക. അതുപോലെ ഈ പ്രോഗ്രാമിന്റെ ജീവനായ ഇതിന്റെ എല്ലാം ഉൾക്കൊള്ളുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇത്രയും നേരം വളരെ ക്ഷമയോടെ ഈ പരിപാടി കണ്ടിരുന്ന് വിജയിപ്പിച്ച എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു. യോഗ നടപടികൾ അവസാനിച്ചു. യുവജനോത്സവ പരിപാടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്.